ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലിയാണ്. ബെയിലിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലി ആൻഡ് ബെയിലറും റൈറ്റ്സ് ഓഫ് എ ബെയിലി ആൻഡ് ബെയിലറും ആണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലിയാണ് റൈറ്റ്സ് ഓഫ് ദി ബെയിലർ വരുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലറാണ് റൈറ്റ്സ് ഓഫ് ദി ബെയിലി വരുന്നത്. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലിയാണ് റൈറ്റ്സ് ഓഫ് ദ ബെയിലർ. ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലറാണ് റൈറ്റ്സ് ഓഫ് ദി ബെയിലി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നോക്കുക, ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി. ബെയിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് സാധനം കയ്യിൽ കിട്ടുന്ന ആളാണ് ബെയിലി. സാധനം ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന വ്യക്തി ബെയിലറാണ് അല്ലേ. അപ്പോൾ ബെയിലിയുടെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്. അതായത് ഈ ബെയിൽ ചെയ്ത ഗുഡ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക എന്നുള്ളത് ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. The bailee is bound to take as much care of the goods bailed as a man of ordinary prudence would, under similar circumstances, take off his own goods of the same quantity, quality and value as the goods bailed. In other words, he must take reasonable care of the goods bailed, otherwise he will be liable for any damage or ലോസ് ഓഫ് ദി ഗുഡ്സ്. സ്വന്തം ഗുഡ്സ് സൂക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ബെയിലറുടെ ഗുഡ്സും സൂക്ഷിക്കുക എന്നുള്ളത്. ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്. ബെയിൽ ചെയ്ത ഗുഡ്സിന് അറ്റ്മോസ്റ്റ് കെയർ കൊടുത്ത് സ്വന്തം ഗുഡ്സിനെ സൂക്ഷിക്കുന്ന അതേ രീതിയിൽ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് തിരിച്ചു കൊടുക്കേണ്ട ഗുഡ്സാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് കെയറിൽ എന്ത് ചെയ്യുക, ഈ ഗുഡ്സ് അത്രയും ഉത്തരവാദിത്തത്തിൽ എന്താണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ബെയിലിയുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി എത്രയും കെയർ എടുത്തിട്ടും ഗുഡ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ ബെയിലിക്ക് ബാധ്യതയുണ്ടാവില്ല. പക്ഷെ അത്രയും കെയർ എടുത്തുകൊണ്ട് ആ ബെയിലറുടെ ഗുഡ്സ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒന്നും സംഭവിക്കാതെ അതിൻ്റെ അതേ അളവിൽ അതേ മൂല്യത്തിൽ തന്നെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. സെക്കൻഡ് കേസ്, duty not to make any unauthorized use. It is the duty of the bailee to use the goods strictly in accordance with the terms of the bailment. If he makes an unauthorized use of the goods, he is liable to make compensation to the bailer for any damage arising to the goods. The liability arises even if the bailee is not guilty of any negligence and even if the damage is the result of an accident. അതായത് ഡ്യൂട്ടി നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ് എന്ന് പറഞ്ഞാൽ ബെയിലിക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ബെയിലി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെയിൽമെൻറ്റിൻ്റെ ടേംസിൽ പറഞ്ഞ രീതിയിൽ മാത്രമേ ബെയിലിക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. ഇനി ഇഫ് ഹി മേക്സ് ആൻ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ ഗുഡ്സ്, ഹി ഈസ് ലയബിൾ ടു മേക്ക് കോമ്പൻസേഷൻ ടു ദ ബെയിലർ ഫോർ എനി ഡാമേജ് അറൈസിങ് ടു ദ ഗുഡ്സ്. അതായത് ബെയിലി അല്ലാതെ ഇത് മറ്റാരെങ്കിലും യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബെയിൽമെൻറ്റിൻ്റെ ടേംസിൽ പറയുന്ന രീതിയിലല്ലാതെ ബെയിലി ഇത് യൂസ് ചെയ്യുകയോ ചെയ്താൽ അതിനെന്തെങ്കിലും ഈ ഒരു ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ ആര് കൊടുക്കേണ്ടി വരും, ബെയിലി കൊടുക്കേണ്ടതായിട്ട് വരും. The liability arises even if the bailee is not guilty of any negligence and even if the damage is the result of an accident. അതായത് ഇത് നമ്മൾ പറയുന്നത് ബെയിലിയുടെ നെഗ്ലിജൻസ് കൊണ്ട് ബെയിലി അൺഓതറൈസ്ഡ് ആയിട്ട്, അതായത് ബെയിൽമെൻറ്റിൻ്റെ ടേംസിൽ പറയുന്ന രീതിയിലല്ലാതെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇത് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബെയിലി കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ബെയിലിയുടെ നെഗ്ലിജൻസ് കൊണ്ടല്ലാതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്സിഡൻറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക, ഡാമേജ് സംഭവിക്കുന്നത്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, ഡാമേജ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡ്യൂട്ടി നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ്. എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഗുഡ്സ് അൺഓതറൈസ്ഡ് യൂസ് അതായത് ബെയിലറിൻ്റെ അനുവാദം ഇല്ലാതെ മറ്റൊരാളും എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ബെയിലി അല്ലാതെ മറ്റൊരാൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ബെയിലി തന്നെ ഈ ഒരു ബെയിൽമെൻറ്റ് ടേംസിൽ പറയുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. തേർഡ് കേസ്, ഡ്യൂട്ടി നോട്ട് ടു മിക്സ് ദ ഗുഡ്സ് ബെയിൽഡ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അതായത് ഒരിക്കലും
ബെയിലി സ്വന്തം ഗുഡ്സുമായിട്ട് ഇതെന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. ബെയിലി ഒരിക്കലും സ്വന്തം ഗുഡ്സുമായിട്ട് ബെയിലി ചെയ്ത ഗുഡ്സ് മിക്സ് ചെയ്യരുത്. ഇറ്റ് ഈസ് ഓൾസോ ദ ഡ്യൂട്ടി ഓഫ് ബെയിലി ദാറ്റ് ഹീ ഷുഡ് നോട്ട് മിക്സ് ഹിസ് own goods with those of the bailier without bailier's consent. In case the bailey mixes the goods without the consent of the bailier, the following rules will apply. ഒരിക്കലും സ്വന്തം ഗുഡ്സും ബെയിലി ചെയ്ത ഗുഡ്സും തമ്മിൽ ബെയിലി മിക്സ് ചെയ്യരുത്. ഇനി അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പറയുന്ന റൂൾസ് അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഗുഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ്, ദ ഓണർഷിപ്പ് റിമൈൻസ് ഇൻ ദ പാർട്ടീസ് ഫോർ ദ റെസ്പെക്റ്റീവ് ഷെയർസ്. ഇപ്പോൾ ഈ എന്ത് ചെയ്തു, ബെയിൽ ഇത് രണ്ടും മിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. മിക്സ് ചെയ്ത ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്ത് ഓണർഷിപ്പ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് പഴയ പോലെ തന്നെ ആവും. അതായത് ബെയിലറുടെ ഗുഡ്സ് ബെയിലറിൻ്റെയും ബെയിലിയുടെ ഗുഡ്സ് ബെയിലിയുടെയും തന്നെ ആവും. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാവും. ഇനി where the goods cannot be separated, the bailey must compensate the bailier for the loss. ഈ ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബെയിലി എന്ത് ചെയ്യേണ്ടി വരും, ബെയിലർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. കാരണം ബെയിലർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന് ബെയിലി കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ബെയിലി ആരാണെന്നും ബെയിലർ ആരാണെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക. ബെയിലർ എന്ന് വെച്ചാൽ ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത്, ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ബെയിലർ. ബെയിലി എന്ന് വെച്ചാൽ ആർക്കാണോ ഗുഡ്സ് കിട്ടുന്നത് അവരെന്ത് ചെയ്യണം, അവരുടെ പർപ്പസ് കഴിഞ്ഞാൽ അത് ബെയിലർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി പറയുന്നത് ബെയിലി ഒരിക്കലും സ്വന്തം ഗുഡ്സുമായിട്ട് ബെയിൽ ചെയ്ത ഗുഡ്സ് മിക്സ് ചെയ്യരുത്. നെക്സ്റ്റ് ഡ്യൂട്ടി നോട്ട് ടു സെറ്റപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ. ദ ബെയിലി ഈസ് അണ്ടർ എ ഡ്യൂട്ടി നോട്ട് ടു സെറ്റപ്പ് ഹിസ് ഓൺ ടൈറ്റിൽ ഓവർ ദ ഗുഡ്സ് ബെയിൽഡ് ആൻഡ് നോട്ട് ടു അലോ എനി അതർ പേഴ്സൺ ടു ഡു സോ. അതായത് സ്വന്തം ടൈറ്റിലായിട്ട്, അതായത് സ്വന്തം ഗുഡ്സായിട്ട് അതിനെ യൂസ് ചെയ്യരുത് ഒരിക്കലും. അതായത് ഇത് ബെയിൽ ചെയ്ത ഗുഡ്സാണ്, അല്ലെങ്കിൽ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് പ്രകാരം ബെയിലിയുടെ കയ്യിൽ വന്ന ഗുഡ്സാണ്. അത് സ്വന്തം ഗുഡ്സായിട്ട് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ എന്താ പറയുക, സ്വന്തം പേരിലോട്ട് ആ ഗുഡ്സ് എന്ത് ചെയ്യരുത്, മാറ്റരുതെന്നാണ് ഈ ഡ്യൂട്ടി നോട്ട് ടു സെറ്റപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ പറയുന്നത്. അതേപോലെ മറ്റൊരാളുടെയും പേരിൽ ഇതോട്ട് ഈ ഗുഡ്സ് മാറ്റാനും പാടില്ല. ദ ബെയിലി ഈസ് അണ്ടർ എ ഡ്യൂട്ടി നോട്ട് ടു സെറ്റപ്പ് ഹിസ് ഓൺ ടൈറ്റിൽ ഓവർ ദ ഗുഡ്സ് ബെയിൽഡ് ആൻഡ് നോട്ട് ടു അലോ എനി അതർ പേഴ്സൺ ടു ഡു സോ. അതായത് ഇതിൽ പറയുന്നത് സ്വന്തം ടൈറ്റിൽ ഈ ഗുഡ്സ് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഡ്യൂട്ടി ടു റിട്ടേൺ ഗുഡ്സ്. നമുക്കറിയാം ബെയിലി ഈ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ബെയിലി ഗുഡ്സ് ബെയിലിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഈ പർപ്പസ് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്ക് തന്നെയാണ്, ബെയിലിക്ക് തന്നെയാണ്. അതാണ് ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് ബെയിലർക്ക് തന്നെ എന്ത് ചെയ്യുക, തിരിച്ച് കൊടുക്കുക. ദെൻ ഡ്യൂട്ടി ടു ഡെലിവർ എനി അക്രീഷൻ ടു ദ ഗുഡ്സ്. അതായത് ഇവിടെ ഈ ഒരു ഡ്യൂട്ടി പറയുന്നത് ചിലപ്പോൾ ചില ഗുഡ്സിന് എന്തെങ്കിലും അക്രീഷൻസ് അല്ലെങ്കിൽ അഡീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, തിരിച്ചാർക്ക് കൊടുക്കണം, ബെയിലർക്ക് കൊടുക്കണം. നോക്കുക, ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ ബെയിലി ടു ഡെലിവർ ടു ദ ബെയിലർ എനി നാച്ചുറൽ ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് അക്രൂയിങ് ഫ്രം ദ ഗുഡ്സ് ബെയിൽഡ്. ഈ ബെയിൽ ചെയ്ത ഗുഡ്സിന് എന്തെങ്കിലും നാച്ചുറൽ അഡീഷൻസ് അല്ലെങ്കിൽ ഇൻക്രീസ് നാച്ചുറൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, ബെയിലർക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ ലീവ്സ് എ കൗ ഇൻ ദ കസ്റ്റഡി ഓഫ് ബി ടു ബി taken care of. The cow gives birth to a calf. B is bound to deliver the cow as well as the calf to A. അതായത് എ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നാൾ നോക്കാൻ വേണ്ടിയിട്ട് എയുടെ പശുവിനെ ബീൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പശു പ്രസവിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഇനി ബി ഇത് എക്ക് ഈ പശുവിനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടീനെയും കൂടി, പശുവിൻ്റെ കിടാവിനെയും കൂടി എന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. അതാണ് ഡ്യൂട്ടി ടു ഡെലിവർ എനി അക്രീഷൻ ടു ദ ഗുഡ്സിൽ പറഞ്ഞത്. അതായത് ഗുഡ്സിന് എന്തെങ്കിലും അഡീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി ആർക്ക് തിരിച്ചു കൊടുക്കണം, ബെയിലർക്ക് തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ബെയിലിയുടെ ഡ്യൂട്ടിയിൽ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് എന്ത് ചെയ്യണം, റീസണബിൾ കെയർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഗുഡ്സ് സൂക്ഷിക്കണം. പിന്നെ അൺഓതറൈസ്ഡ് യൂസ് പാടില്ല. പിന്നെ സ്വന്തം ഗുഡ്സുമായിട്ട് എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്, ഒരിക്കലും സ്വന്തം പേരിലോട്ട് ഈ ഗുഡ്സ് മാറ്റരുത്. ദെൻ നമ്മുടെ പർപ്പസ് കഴിഞ്ഞാൽ ഗുഡ്സ് എന്ത് ചെയ്യണം, ബെയിലർക്ക് റിട്ടേൺ ചെയ്യണം. ദെൻ എന്തെങ്കിലും അക്രേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ആർക്ക് തിരിച്ചു കൊടുക്കണം, ബെയിലർക്ക് തിരിച്ചു കൊടുക്കണം. ഇനി ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലറാണ്, ബെയിലറിൻ്റെ ഡ്യൂട്ടീസാണ്. ബെയിലറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ഓഫ് ദി ബെയിലിയാണ് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾസ് ഇൻ ദ ഗുഡ്സ് ബിൽഡ്. എ ഗ്രാറ്റീഷ്യസ് ബെയിലർ ഈസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ഫോൾസ് ഇൻ ദ ഗുഡ്സ് ബിൽഡ് ഓഫ് വിച്ച് ഹി ഈസ് അവെയർ. ഇഫ് ഹി ഫെയിൽസ് ടു ഡു സോ ഹി വിൽ ബി ലയബിൾ ടു പേ ഡാമേജസ് ടു ദ ബെയിലി ഫോർ എനി അഡ്വേഴ്സ് കോൺസിക്വൻസസ്. അതായത് ഇവിടെ പറയുന്നത് ഈ ബെയിൽ ചെയ്യുന്ന ഗുഡ്സിന് എന്തെങ്കിലും ഡീഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ബെയിലിയോട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നമ്മൾ ബെയിൽ ചെയ്യുന്ന ഗുഡ്സിന് എന്തെങ്കിലും ഡീഫോൾട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ബെയിലിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ബെയിലിയോട് അത് പറഞ്ഞിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഡ്യൂട്ടിയിൽ പറയുന്നത്. ഇതിൽ തന്നെ 2 തരം ബെയിൽമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റും നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റും. ഗ്രാറ്റീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട്, അതായത് കൺസെഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ്. നോൺ ഗ്രാറ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടല്ല, പൈസ കൺസിഡറേഷനോട് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രാറ്റീഷ്യസ് ബെയിലർ ഈസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ഫോൾസ് ഇൻ ദ ഗുഡ്സ് ബിൽഡ് ഓഫ് വിച്ച് ഹീസ് അവർ. അതായത് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്, കൺസെഷൻ വാങ്ങാതെ ചെയ്യുന്നത്. അപ്പോൾ ബെയിലർക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ ബെയിലറോട് പറഞ്ഞിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. If he fails to do so, he will be liable to pay damages to the bailey for any adverse consequences. ഇത് പറഞ്ഞില്ലെങ്കിൽ ബെയിലിക്ക് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ അതെന്ത് ചെയ്യണം, അതിന് ഡാമേജസ്, മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി എ നോൺ ഗ്രാറ്റീഷ്യസ് ബെയിലർ or a bailor for reward is responsible for all defects in the goods billed whether or not he is aware of the same. അതായത് നോൺ ഗ്രാറ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസിഡറേഷനോട് കൂടി ബെയിൽമെൻറ്റ് നടത്തുന്നതാണ് നോൺ ഗ്രാറ്റീഷ്യസ്, അല്ലെങ്കിൽ ഒരു റിവാർഡ് ഉണ്ട് അതിന്. അപ്പോൾ ബെയിലർക്ക് അതിന് ബെയിലി പൈസ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ബെയിലി കൊടുക്കുന്ന പൈസ ബെയിലർക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നത് ബെയിലർക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് ബെയിലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആരാണ്? ബെയിലർ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ബെയിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സിന് എന്തെങ്കിലും ഡീഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ഈ ബെയിലർക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അറിയുമെങ്കിലും ഇല്ലെങ്കിലും അതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആരാണ്? ബെയിലി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾസ് ഇൻ ദ ഗുഡ്സ് ബിൽഡ്. ബെയിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ എന്തെങ്കിലും ഡീഫോൾട്ട് അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ആരെ അറിയിച്ചിരിക്കണം? ബെയിലിനെ അറിയിച്ചിരിക്കണം. ദെൻ ഡ്യൂട്ടി ടു റീപേ നെസസറി എക്സ്പെൻസ് ഇൻ ദ കേസ് ഓഫ് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ്. ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ് ആണെങ്കിൽ ഇഫ് ദ ബെയിലി ഡസ് നോട്ട് റിസീവ് എനി റെമ്യൂണറേഷൻ ഫോർ ബെയിൽമെൻറ്റ്, it is the duty of the bailor to repay all necessary expense incurred by the bailey for the purposes of bailment. ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ ഇല്ലാത്തതെന്നാണ് ഗ്രാറ്റീഷ്യസിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫോർ എക്സാമ്പിൾ എ എന്ന വ്യക്തി സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗുഡ്സ് സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ബിക്ക് കൊടുക്കുന്നത്. പക്ഷേ ബിക്ക് പ്രത്യേകിച്ച് റെമ്യൂണറേഷനും കാര്യങ്ങളൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എങ്കിൽ അതൊരു ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഈ ഗുഡ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ബെയിലിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് കൊടുക്കേണ്ടത്? ബെയിലറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു റീപേ ഓൾ നെസസറി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ബെയിലി ഫോർ ദ പർപ്പസസ് ഓഫ് ബെയിൽമെൻറ്റ്. ഈ ബെയിൽമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ബെയിലിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര് പേ ചെയ്യണം? ബെയിലർ പേ ചെയ്യണം. ദെൻ ഡ്യൂട്ടി ടു റീപേ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻ ദ കേസ് ഓഫ് നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. നോൺ ഗ്രാറ്റീഷ്യസ് ആണെങ്കിൽ, നോൺ ഗ്രാറ്റീഷ്യസ് എന്ന് വെച്ചാൽ റിവാർഡ് ഉണ്ട് അല്ലെങ്കിൽ കൺസിഡറേഷനോട് കൂടിയുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു ബിയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ബെയിലി in connection with the goods billed. In such a case the ordinary expense have to be paid by the bailey. അതായത് ഇത് നമ്മൾ പറയുന്നത് ബെയിലറുടെ ഡ്യൂട്ടിയാണ്. അതായത് ബെയിലിക്ക് എന്തെങ്കിലും, ഇത് നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് ആണ്, കൺസിഡറേഷനോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ബെയിലിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഈ ബെയിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഒക്കെ ആര് റീപേ ചെയ്യണം? ബെയിലർ റീപേ ചെയ്തിരിക്കണം. ദെൻ ഡ്യൂട്ടി ടു ഇൻഡെംനിഫൈ ദ ബെയിലി. നെക്സ്റ്റ് വൺ, അതായത് എന്ത് ചെയ്യുക? ബെയിലിക്ക് ഉണ്ടാവുന്ന നഷ്ടം ആര് നികത്തി കൊടുക്കണം? ബെയിലർ നികത്തി കൊടുക്കണം. ദ ബെയിലർ ഈസ് ഓൾസോ ബൗണ്ട് ടു ഇൻഡെംനിഫൈ ദ ബെയിലി ഫോർ എനി ലോസ് സഫേർഡ് ബൈ ഹിം ഡ്യൂ ടു ദ ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദ ബെയിലർ. അതായത് ബെയിലറുടെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ബെയിലറുടെ സ്വന്തം ഗുഡ്സ് അല്ല ബെയിലിക്ക് കിട്ടിയിരിക്കുന്നത്. ബെയിലർ ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് മോഷ്ടിച്ചിട്ടോ അതിൻ്റെ ടൈറ്റിൽ നേടിയെടുത്തതാവാം. അപ്പോൾ അങ്ങനെയെങ്കിൽ
എന്താണ് ബെയിലറുടെ ടൈറ്റിൽ ഡിഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെയാണ് ബെയിലിക്ക് ഗുഡ്സ് കിട്ടുന്നതെങ്കിൽ അതുമൂലം ബെയിലിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്തി കൊടുക്കേണ്ടത് ആരാണ്? ബെയിലറാണ്. ദെൻ ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്, അതായത് എന്ത് ചെയ്യാം, ബെയിലറുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ബെയിലിക്ക് കൊടുക്കുന്ന ഗുഡ്സ് തിരിച്ചു വാങ്ങാനുള്ള ഡ്യൂട്ടി ആർക്ക് തന്നെയാണ്? ഈ ബെയിലർക്ക് തന്നെ ആണ്. ഇത്രയുമാണ് ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ പറയുന്നത്. ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾട്സ് ഇൻ ദ ഗുഡ്സ് ബെയിൽഡ്, ഡ്യൂട്ടി ടു റീപേ നെസസറി എക്സ്പെൻസ് ഇൻ ദ കേസ് ഓഫ് ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റ്, ഡ്യൂട്ടി ടു റീപേ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്, ഡ്യൂട്ടി ടു ഇൻഡെംനിഫൈ ദ ബെയിലി, ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദി ഗുഡ്സ്. ഓഫ് ദ ബെയിലിയും റൈറ്റ്സ് ഓഫ് ദി ബെയിലറും ആണ്. നമുക്കറിയാം റൈറ്റ്സ് ഓഫ് ദി ബെയിലി എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലറാണ്. ഒന്ന്, റൈറ്റ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ, അതായത് ബെയിലറുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്ക് ഉണ്ട്. ബെയിലറുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ബെയിലിക്കുണ്ട്. ദ ബെയിലി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ വിച്ച് ആർ മെൻഷൻഡ് അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ ഡ്യൂട്ടീസും ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. ദെൻ റൈറ്റ് ടു ഡെലിവർ ഗുഡ്സ് ടു എനി വൺ ഓഫ് ദ സെവറൽ ജോയിൻറ്റ് ബെയിലേഴ്സ്, അതായത് ഒന്നിൽ കൂടുതൽ ബെയിലേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആരിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഗുഡ്സ് കിട്ടാനുള്ള റൈറ്റ് ബെയിലിക്കുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ബെയിലേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ഗുഡ്സ് ഡെലിവർ ചെയ്യാം. ദെൻ റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ് ബൈ ദ ബെയിലർ ഫോർ എനി ലോസ് ഡ്യൂ ടു ബെയിലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ബെയിലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവാണ്. ബെയിലറിൻ്റെ സ്വന്തം ഗുഡ്സ് അല്ല, മറ്റാരുടെയെങ്കിലും ഗുഡ്സ് ആണ്. അപ്പോൾ ബെയിലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുമൂലം ബെയിലിക്ക് ഉണ്ടാകുന്ന എല്ലാ നഷ്ടവും നികത്തി കിട്ടാനുള്ള റൈറ്റ് ബെയിലിക്ക് ഉണ്ട്. ദെൻ റൈറ്റ് ടു ഗെറ്റ് നെസസറി എക്സ്പെൻസ് ഇൻ ദ കേസ് ഓഫ് ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻ ദ കേസ് ഓഫ് നോൺ ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റ്. മുകളിൽ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലറിൽ പറഞ്ഞ തന്നെയാണ് റൈറ്റ്സ് ഓഫ് ദി ബെയിലി പറയുന്നത്. അതായത് ബെയിലിക്ക് ഉണ്ടാവുന്ന ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റിൻ്റെ കേസിൽ ഉണ്ടാവുന്ന നഷ്ടവും എക്സ്പെൻസസും, അതേപോലെ നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് ആണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസും നികത്തി കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്ക് ഉണ്ട്. ദെൻ റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ് എഗെയിൻസ്റ്റ് ലോസസ്, അതായത് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ബെയിലറുടെ ടൈറ്റിൽ ഡിഫക്റ്റീവായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്തി കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്ക് ഉണ്ട്. ദെൻ റൈറ്റ് ടു ക്ലെയിം റിമ്യൂണറേഷൻ ഫ്രം ദ ബെയിലർ ഇൻ ദ കേസ് ഓഫ് നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ്. നോൺ ഗ്രാറ്റീഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കൺസിഡറേഷനോട് കൂടി ബെയിൽമെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കൺസിഡറേഷൻ ബെയിലറുടെ കയ്യിൽ നിന്ന് ബെയിലിക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിയെടുക്കാനുള്ള റൈറ്റ് ബെയിലിക്ക് ഉണ്ട്. ദെൻ റൈറ്റ് ഓഫ് ലീൻ ആണ്. ബെയിലി ഈസ് എൻറ്റൈറ്റിൽഡ് ടു വിത്ത്ഹോൾഡ് ദ ഗുഡ്സ് ബിലോങ് ടു ദ ബെയിലർ അണ്ടിൽ ദ റെമ്യൂണറേഷൻ ഡ്യൂ ടു ഹിം ഈസ് പെയ്ഡ്. അതായത് ബെയിലിക്ക് കിട്ടാനുള്ള റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കൺസിഡറേഷൻ കിട്ടുന്നത് വരെ ബെയിലറുടെ ഗുഡ്സ് തടഞ്ഞു വെക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന കേസൊക്കെ സേഫ് കസ്റ്റഡിയിൽ വെക്കാനൊക്കെ കൊടുത്തതായിരിക്കും. അതായത് അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ബെയിലിക്ക് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കൺസിഡറേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ കൺസിഡറേഷൻ കിട്ടുന്നത് വരെ ബെയിലറുടെ ഗുഡ്സ് തടഞ്ഞു വെക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്ക് ഉണ്ട്. അതാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത് വരെ തടഞ്ഞു വെക്കാനുള്ള റൈറ്റ് തന്നെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റൈറ്റ്സ് ഓഫ് ബെയിലി. ഒന്ന്, റൈറ്റ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ, റൈറ്റ് ടു ഡെലിവർ ഗുഡ്സ് ടു എനി വൺ ഓഫ് ദ സെവറൽ ജോയിൻറ്റ് ബെയിലേഴ്സ്, റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ്, റൈറ്റ് ടു ഗെറ്റ് നെസസറി എക്സ്പെൻസ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്, റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ്, റൈറ്റ് ടു ക്ലെയിം റെമ്യൂണറേഷൻ, റൈറ്റ് ഓഫ് ലീൻ. ഇനി നമ്മൾ പറയുന്നത് റൈറ്റ്സ് ഓഫ് ബെയിലറാണ്. റൈറ്റ്സ് ഓഫ് ബെയിലർ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഒന്ന്, റൈറ്റ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി. ബെയിലിയുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്ക് ഉണ്ട്. ദെൻ ദ ബെയിലർ ക്യാൻ എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി സച്ച് ആസ്, അതിൽ പറയുന്ന കാര്യം ഒന്ന്, ടേക്കിംഗ് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്. അതായത് നമ്മൾ ബെയിലിയുടെ ഡ്യൂട്ടിയിൽ പറഞ്ഞതാണ് അറ്റ്മോസ്റ്റ് കെയർ എടുത്തുകൊണ്ട് ഗുഡ്സ് സൂക്ഷിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചല്ലെങ്കിൽ കിട്ടാനുള്ള റൈറ്റ് ആർക്ക്? ബെയിലർക്ക് ഉണ്ട്. അതായത് ബെയിലറുടെ ഗുഡ്സാണ്, അത് കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. അത് അത് കൊടുത്ത രീതിയിൽ തന്നെ തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്ക് ഉണ്ട്. ദെൻ നോട്ട് സെറ്റിംഗ് അപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ ഓവർ ദ ഗുഡ്സ് ബെയിൽഡ്. അതായത് ഒരിക്കലും നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി പറഞ്ഞതാണ് സ്വന്തം ഗുഡ്സായിട്ട് അതിനെ ഒരിക്കലും നമ്മൾ എടുക്കരുത്. അതായത് സ്വന്തം ടൈറ്റിൽ ആ ഗുഡ്സ് മാറ്റരുത്. അതേപോലെ സ്വന്തം ഗുഡ്സും ബെയിൽമെൻറ്റിൽ എടുത്ത ഗുഡ്സും മിക്സ് ചെയ്യരുത്. ദെൻ അൺഓതറൈസ്ഡ് യൂസ് പാടില്ല. പർപ്പസ് കഴിഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം.
പിന്നെ അഡീഷൻസ് ഉണ്ടെങ്കിൽ അതും റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. അപ്പോൾ അത് ബെയിലറുടെ റൈറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റൈറ്റിൽ പറഞ്ഞ റൈറ്റ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലി. ഇനി സെക്കൻഡിൽ പറയുന്നത് second one, right of termination. A bailer can terminate the contract of bailment at any time if the bailee does any act ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ കണ്ടീഷൻസ് ഓഫ് ദി ബെയിൽമെൻറ്റ്. അതായത് ബെയിലി കൃത്യമായിട്ട് ഈ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ബെയിലർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാം. അതാണ് റൈറ്റ് ഓഫ് ടെർമിനേഷനിൽ പറയുന്നത്. ദെൻ റൈറ്റ് ടു റിസീവ് ബാക്ക് ഗുഡ്സ്, അതായത് ഗുഡ്സ് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ബെയിലർക്കുണ്ട്. റൈറ്റ് ടു ക്ലെയിം എനി ഇൻക്രീസ് ഓർ അഡീഷൻ ടു ദ ഗുഡ്സ് ബെയിൽഡ്. നമ്മൾ ബെയിൽമെൻറ്റിൽ കൊടുത്ത ഗുഡ്സ് ഇനി ഗുഡ്സിന് എന്തെങ്കിലും അഡീഷൻസ് അല്ലെങ്കിൽ അക്രീഷൻസ് ഉണ്ടെങ്കിൽ, ഇൻക്രീസ് ഉണ്ടെങ്കിൽ, നാച്ചുറൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബെയിലറുടെ റൈറ്റ്സിൽ പറയുന്നത്. ഒന്ന് റൈറ്റ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി, റൈറ്റ് ഓഫ് ടെർമിനേഷൻ, റൈറ്റ് ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്, റൈറ്റ് ടു ക്ലെയിം എനി ഇൻക്രീസ് ഓർ അഡീഷൻ ടു ദ ഗുഡ്സ് ബെയിൽഡ്.